നമുക്കിനി നേരെ വാമനപുരത്തേക്ക് പോകാം. മണ്ഡലത്തിൽ ചരിത്രം ആവർത്തിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി DK മുരളി പറഞ്ഞു. മണ്ഡലത്തിൽ വികസനമാണ് ചർച്ച ചെയ്യുന്നത്. ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകുമെന്നും DK മുരളി 24-നോട് പറഞ്ഞു. ചരിത്രമുറങ്ങുന്ന മണ്ണാണ് വാമനാപുരം. എന്നും LDF-നൊപ്പം നിന്ന മണ്ഡലം കൂടി. മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി DK മുരളി 24-നൊപ്പം ചേരുകയാണ്. സഭയെ പ്രചാരണ ഘട്ടത്തിലാണെന്നറിയാം, വലിയ തിരക്കാണ്. നിലവിൽ എങ്ങനെയാണ്, അനുകൂല സാഹചര്യം തന്നെയാണോ? കാരണം ഏകദേശം ഒരു 50 വർഷത്തോളം 45 വർഷത്തോളമായി LDF-നൊപ്പമാണ് വാമനാപുരം. തീർച്ചയായിട്ടും ഈ 10 വർഷക്കാലമായി ഞാൻ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനോഭാവം എന്താണ് എന്ന് എനിക്ക് നന്നായി തിരിച്ചറിയാനാകും. വികസനം തന്നെയാണോ മണ്ഡലത്തിൽ ചർച്ച? തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷക്കാലം ഈ മണ്ഡലത്തിൽ നടത്തിയ വികസനങ്ങൾ, സർക്കാരിൻ്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. വീണ്ടും ഒരു LDF ഭരണമെന്ന് സാധാരണക്കാർ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞൊരു ചോദ്യമുണ്ട്. MLA കുറിച്ച് നമ്മൾ കുറച്ച് ചോദിച്ചു, വാചാലരായി. അപ്പോൾ അവർ പറഞ്ഞത് ഇതുവരെ MLA ഒരാളോടൊന്ന് ദേഷ്യപ്പെട്ടു പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് മണ്ഡലത്തിലെ ജനങ്ങളോട് ആ ഒരു ചോദ്യത്തിന് മറുപടി? സാധാരണക്കാരായ ജനങ്ങൾ എന്നോട് പലവിധ പരിദേവനങ്ങളും ആവശ്യങ്ങളുമായി വരുമ്പോൾ അതിനെ ക്ഷമാപൂർവ്വം കേൾക്കുകയും അതിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന സമീപനമാണ് നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ ദേഷ്യത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. MLA ഈ മണ്ഡലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ ഈ ഫ്ലെക്സിൻ്റെയൊക്കെ മുകളിലൊരു വാചകം കണ്ടു, DK നമുക്ക് ഓക്കെയാണ്. കാരണം LDF-ന് ഇപ്പോൾ ഒരു വാചകമുണ്ട്. എന്താണ് ഇതിൻ്റെ മുന്നിൽ, ഈ ഒരു വാക്യം ആരാണ് ഇതിൻ്റെ പിന്നിൽ? വെഞ്ഞാറമൂട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. ഭാരത് സ്റ്റോഴ്സ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം മരിച്ചുപോയി. ആ കടയുടെ മുകളിൽ സ്വന്തം ചെലവിൽ DK നമുക്ക് ഓക്കെ എന്ന ക്യാപ്ഷനോടുകൂടി ഒരു ബോർഡ് വെച്ചു. അത് പിന്നീട് പൊതുവിൽ എല്ലാവരും ആ തെരഞ്ഞെടുപ്പിൽ അതൊരു ക്യാപ്ഷനായി പകർത്തി. എങ്കിലും ഇത്രയും വ്യാപകമായില്ല. ഈ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഒരുപാടുണ്ടായി. ഒപ്പം ചില വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണം ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം. വാമനപുരത്ത് ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ ഒരു വിഷയമായി മാറുമോ, ചർച്ചാ വിഷയമായി? ഒരു സാധ്യതയുമില്ല. ഈ അതിവൈകാരികതയെ ദുർവിനിയോഗം ചെയ്യുക എന്നുള്ളൊരു പ്രചരണ തന്ത്രം അത് UDF-ഉം NDA-യും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ പൊള്ളത്തരം വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും. വിവാദങ്ങളല്ല, വികസനം ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും വിവാദങ്ങൾക്ക് അതീതമായി വികസനങ്ങളായിരിക്കും ജനങ്ങളുടെ പ്രധാന വിഷയം. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നൊരു സമീപനം അത് LDF ഗവൺമെൻറ്റിനെ എടുക്കാൻ കഴിയുന്നുള്ളൂ. വിജയിച്ചു വരട്ടെ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. എന്തായാലും വാമനപുരത്ത് DK ഓക്കെ ആണ് എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത്. അങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ന്യൂസ് ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.